യുഎസുമായി ചേർന്ന് ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിലാണ് അലി ഖാംനെയി രക്തസാക്ഷിത്വം വരിച്ചത്. ഖാംനെയ്ക്കൊപ്പം നിരവധി മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു. 1989 മുതൽ ഇറാന്റെ സുപ്രീം ലീഡറായിരുന്നു ഖാംനെയി. അദ്ദേഹത്തിന്റെ മരണം ഇറാനിലെ ഭരണ സംവിധാനത്തിന് വലിയൊരു ശൂന്യത തന്നെയാണ് സൃഷ്ടിച്ചത്. ഇനി ആരാകും ഇറാൻ ഭരിക്കുക? അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആരെങ്കിലും അവരോധിക്കുമോ? ഇങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങളും ഉയർന്നിരുന്നു. മുജ്തബ ഖാംനെയി തന്നെ സുപ്രീം ലീഡറായി എത്തുമെന്നായിരുന്നു പുറത്തുവന്ന സൂചനകൾ. മുജ്തബയുടെ കൈകളിലേക്ക് അധികാരം കൈമാറുന്നത് സംബന്ധിച്ച് വിവാദങ്ങളും ഉയർന്നിരുന്നു. പാരമ്പര്യ രാജവംശം പോലെ പുതിയൊരു മതപരമായ രാജവംശം സ്ഥാപിക്കാനുള്ള നീക്കമാണെന്നായിരുന്നു വിമർശനങ്ങൾ. ഖാംനെയുടെ മകൻ തനിക്ക് സ്വീകാര്യനല്ലെന്ന് ചൂണ്ടിക്കാട്ടി ട്രംപും രംഗത്തെത്തി. മാർച്ച് 5-ന് ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മുജ്തബ ഒരു പ്രാധാന്യമില്ലാത്ത ആളാണ്. പുതിയ നേതാവ് സമാധാനവും ഐക്യവും ഇറാനിലേക്ക് കൊണ്ടുവരുന്ന ഒരാളായിരിക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. ഖാംനെയുടെ നയങ്ങൾ തുടരുന്ന ഒരു പിൻഗാമിയെ അംഗീകരിക്കില്ല എന്നും അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അമേരിക്കയെ 5 വർഷത്തിനുള്ളിൽ വീണ്ടും യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വെനസ്വേലയിൽ മദൂരോയ്ക്ക് ശേഷം ഡെൽസി റോഡ്രിഗസിനെ നിയമിച്ചതുപോലെ ഇറാന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിലും പങ്കാളിത്തം വഹിക്കണമെന്ന വ്യക്തമായ സൂചന കൂടിയാണ് ട്രംപ് നൽകുന്നത്.